ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മന്യാസ് ജേണി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കഞ്ചിക്കോടുള്ള പുളിഞ്ചോടുള്ള ക്ലാസി ചിക്കൻ എന്ന ഷോപ്പിലാണ്. ഇവിടുത്തെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഗൈസ്, നമ്മൾ മേലെ എത്തി. നമുക്ക് മേലുന്നത് ഇങ്ങനെ ചുറ്റും നോക്കാൻ നിറയെ മേഘങ്ങളൊക്കെ ഉണ്ട്. ഈ കടയുടെ ഫ്രണ്ടിൽ തന്നെ കുറേ ഡമ്മികളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്കത് മാച്ചായിട്ട് എടുക്കാം. നല്ല രസമുണ്ട്. അതിൽ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. അത് അവിടെ രണ്ട് ഗൈസ് ഇരിക്കുന്നുണ്ട്. അവർ നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തരും. ഞാൻ പോയി ഒരു ക്രോപ്പ് ടോപ്പാണ് ചോദിച്ചത്. അപ്പോൾ എനിക്കൊരു ക്രോപ്പ് ടോപ്പ് എടുത്തു തന്നു. അതിൽ ഗുഡ് ടൈം എന്നൊക്കെ എഴുതിയിരിക്കണം. എന്തായാലും അതൊക്കെ ഓപ്പൺ ചെയ്ത് എനിക്ക് തരും. അപ്പം ഞാനത് വെച്ച് നോക്കും. ഇങ്ങനെയാണ് വെച്ച് നോക്കേണ്ടത്. ഞാൻ വെച്ച് നോക്കിയ പോലെ. അപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടു. എന്നാലും നമ്മൾ പോയ സ്ഥിതിക്ക് എല്ലാം എടുത്ത് വലിച്ച് വാരി ഇടണമല്ലോ. പിന്നെ എസ് എന്ന് പറഞ്ഞിട്ടൊരു ടീഷർട്ടാണ്, അതും എനിക്കിഷ്ടപ്പെട്ടു. ക്രോപ്പ് ടോപ്പാണ്, നല്ല രസമുണ്ട്. പക്ഷേ എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എടുക്കും ഒരു ദിവസം. പിന്നെ എന്തോ എഴുതിയിരിക്കുന്നില്ല, എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ അതിലൊരു പോക്കറ്റൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ബാർബി എന്ന് എഴുതിയിട്ടുള്ളതാണ്, അത് കാണാൻ നല്ല രസമുണ്ട്. അതും എനിക്കിഷ്ടപ്പെട്ടു. എനിക്കെല്ലാം പൊതുവേ ഇഷ്ടപ്പെടാറാണ് പതിവ്. പക്ഷേ ഇതെനിക്ക് വേറെ ലെവൽ ഇഷ്ടമാണ്. കാരണം ഇതിൻ്റെ മോഡലേ വേറെ ലെവലാണ്. നമ്മൾ ഉള്ളിൽ ഇങ്ങനെ അടിമറിഞ്ഞ പോലെയൊക്കെയാണ് ഇതിൻ്റെ മോഡൽ. അപ്പം ഞാനൊരു ട്രാൻസിഷനൊക്കെ പ്ലാനാക്കി ഇങ്ങനെ പോയി ടീഷർട്ട് മാറി. യെസ് എന്ന് പറഞ്ഞ ടീഷർട്ട് വന്നു. സീനല്ലേ? അതെ, സീന് തന്നെ. പിന്നെ അടുത്തത് വന്നിട്ട് ഇതൊരു ഫുൾ ഹാൻഡാണ്. ഇത് നല്ല രസമാണ്. ഇത് ഫുൾ ഹാൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ്. ഇതിൻ്റെ കളർ എന്താണ്? പെർപ്പിളാണ്. അപ്പോൾ നമുക്കിത് അടുത്തൊക്കെ ഇങ്ങനെ വെച്ച് നോക്കാം. ഇതിൻ്റെ ഡിസൈൻ കണ്ട ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ അടിപൊളിയാണ്. ഇനി ബട്ടണൊക്കെ ഉണ്ട്, ഊരാൻ പറ്റുന്ന ബട്ടണാണ് ഗൈസ്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ ഇതിന് വേറെ കളേഴ്സ് ഉണ്ട്. ഈ കളറിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എന്തോ ഒരു കളറാണ്, പക്ഷെ നല്ല കളറാണ്. നമുക്കൊരു വിൻറ്റേജ് ലുക്കൊക്കെ തരും. കണ്ട, തൊട്ടൊക്കെ നോക്കാം നമുക്ക്, നല്ല രസമാണ്. പിന്നെ ഇനിയൊരു കളറും കൂടെ ഉണ്ട്, അതും നല്ല രസമുണ്ട്. പിന്നെ ഈ സാധനം ഇത് എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. ഇതുപോലത്തെ വെള്ള കളർ എൻ്റെ കയ്യിലുണ്ട്. പറ്റി ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ കേട്ടോ. നല്ല രസമാണ്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ടീഷർട്ട്. ഇത് നല്ല രസമാണ്. ഇതൊക്കെ നമുക്ക് സ്കേർട്ടൊക്കെ ഉണ്ടാവില്ലേ, ലോങ് സ്കേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ല മാച്ചായിപ്പോൾ. പിന്നെ അവരിങ്ങനെ എനിക്ക് വേണ്ടി കുറേ എടുക്കണം. അപ്പോൾ എടുത്തെടുത്ത് അവരൊരു പ്രിൻ്റഡ് എടുത്തു. ആ പ്രിൻ്റഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ പ്രിൻ്റ് തന്നെ ഒരു വെറൈറ്റി പ്രിൻ്റാണ്. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഷർട്ടേ ഇല്ല. പക്ഷെ അതിൻ്റെ ബട്ടൺ നമുക്ക് ഊരാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പ്രിൻ്റ് കണ്ടോ? നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. അതാണ് ഈ പ്രിൻ്റ്. സംഭവം കൊള്ളാം. പിന്നെ ഇവിടെ വേറെ കുറേ മോഡലുണ്ട്. കുറേ ടോപ്സ് ഉണ്ട്, കുറേ അംബ്രല കട്ട ടോപ്സ് ഉണ്ട്. പിന്നെ ഇവിടെ സാരികളുണ്ട്, കുറേ ഉണ്ട്. നിങ്ങളെല്ലാവരും വരണം. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കഴിച്ചത്. ഇതിൻ്റെ കൈ കണ്ടോ? സീനല്ലേ? ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഇതിൽ ഒരു ചെറിൻ്റെയൊക്കെ പ്രിൻ്റാണ് ഉള്ളത്. പിന്നെ അതെനിക്ക് വെച്ച് നോക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അതിനും തന്നെ മാച്ച്. അപ്പം ഞാൻ അതൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രിൻ്റഡ് അവർ കാണിച്ചു, അതും കൊള്ളാം. അതിൻ്റെ പ്രിൻ്റും കുറച്ച് വെറൈറ്റിയാണ്. പിന്നെ എൻ്റെ അടിയിൽ ഇങ്ങനെ കെട്ടാനൊക്കെ പറ്റുന്ന പോലത്തെ മോഡലാണ്. കൊള്ളാം കേട്ടോ, അത് നല്ല രസമുണ്ട്. പിന്നെ എന്താ അവർ കാണിച്ചത്? പിന്നെ ഒരു ഷർട്ട്. ഈ ഷർട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇല്ല, ഉണ്ട്. ഫുൾ കൈ ആണ്, നല്ല രസമുണ്ട്. നല്ല രസമുള്ള ഷർട്ടാണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ എനിക്ക് ജീൻസ് ട്രയൽ റൂമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നൈസായിട്ട് ട്രയൽ റൂമിലൊക്കെ പോയിട്ട് കുറച്ച് മിററൊക്കെ നോക്കി കുറച്ച് സീൻ കാണിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ പോയി. കണ്ണാടി കണ്ടതും മറന്നു പോയി ഗൈസ്. പിന്നെ നമ്മൾ വല്ലാത്ത സീനാണ്. പിന്നെ ഫാനൊക്കെ ഉണ്ട്, ചൂട് മാറില്ലേ? ഫാനൊക്കെ ഉണ്ട്. കണ്ടപ്പോൾ പെട്ടെന്ന് ഓണാക്കി. നല്ല സ്പീഡിൽ ഫാനൊക്കെ കറങ്ങും. മുട്ടൊക്കെ പറന്നു വെച്ചിട്ട് കുറച്ച് സീനൊക്കെ കാണിച്ചു, കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ചു. നല്ല രസമായിരുന്നു. ഇങ്ങനെ വെച്ചൊക്കെ നോക്കി. എന്നിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അവരോട് ഞാൻ പറഞ്ഞു, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് നിനക്ക് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് പയ്യ ഞാൻ പറന്ന് കഴിച്ചു. എന്നിട്ട് അവർ ജീൻസ് എടുക്കാൻ പോവാണ്. എന്നിട്ട് എനിക്ക് വേണ്ടി തന്നെ കണ്ടുപിടിച്ചൊരു ജീൻസ് എടുത്തിട്ട് വന്നു. എനിക്കത് പിന്നെ നമുക്ക് ഏതിട്ടാലും മാച്ചാണെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഇങ്ങനെ നിന്ന് കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ ഉണ്ട്. ഈ റൂമിലും വേറെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ലെഗിൻസ് അങ്ങനത്തെ ബോട്ടംസൊക്കെ ഇവിടെയാണ് കൂടുതലുള്ളത്. പിന്നെ ടീഷർട്ട്സൊക്കെ ഉണ്ട് ഇവിടെ അപ്പർ സൈഡായിട്ട്. പിന്നെ അവരങ്ങനെ ഈ ജീൻസൊക്കെ എടുത്ത് മെല്ലെ നൈസായിട്ട് കൊണ്ട് ഫ്രണ്ടിൽ വെച്ചു. അപ്പോൾ അത് എന്ത് ജീൻസായിരുന്നു? സ്കിൻ ഫിറ്റ് ആയിരുന്നു. അപ്പം എനിക്കത് ഓപ്പണൊക്കെ ചെയ്തു. അവർ തന്നെ ഓപ്പണൊക്കെ ചെയ്ത് കാണിച്ചിരുന്നു. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം കൂടിയില്ല. അപ്പം അത് ഞാനിങ്ങനെ കണ്ടപ്പോൾ അതിലില്ലേ എത്ര ബട്ടൺ ഉണ്ട് അറിയോ? 1 2 3 4 5 ബട്ടൺ ഉണ്ട് ഗൈസ്. 5 ബട്ടണുള്ള അടിപൊളി ജീൻസാണ്. ഞാനിങ്ങനെ നൈസായി ഇങ്ങനെ വെച്ച് നോക്കി. അടുപ്പിച്ച് വെച്ചപ്പോൾ മേലത്തെ ടീഷർട്ടും താഴത്തെ ജീൻസിനും തന്നെ മാച്ചായി. അപ്പം തന്നെ അതെനിക്കിഷ്ടപ്പെട്ടു. ഭയങ്കര ഇഷ്ടപ്പെട്ടു.
പിന്നെ വെച്ചൊക്കെ നോക്കി കുറച്ച് പട്ടിഷമൊക്കെ കാണിച്ചു. പിന്നെ ഞാൻ ശരി മതിയാക്കാൻ വേണ്ടിയിട്ട് അതവിടെ വെച്ചു. എന്നിട്ട് വേറൊരു സാധനം അവിടെ തൂക്കിയിട്ട് തന്നപ്പോൾ അത് ഞാൻ എടുത്തു. അത് നല്ല ഹെവി ആയിട്ടുള്ള ജീൻസാണ് കേട്ടോ, സംഭവം കൊള്ളാം. ബാക്കി എല്ലാവരുടെയും സ്കിൻ ഫിറ്റ് അല്ല കേട്ടോ, ബാക്കി എല്ലാവരുടെയും ലൂസായിട്ട് ലാസ്റ്റ് നമ്മുടെ കോലിലൂടെ മൊത്തം ഇങ്ങനെ ഇങ്ങനെ അമുങ്ങി ഇങ്ങനെ എന്താ പറയുക, ടൈറ്റായി കിടക്കില്ല, ടൈറ്റായി കിടക്കുന്ന ഒരു ടൈപ്പ്. നല്ല സാധനം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അതിൽ പറയാണ്ടിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ പോക്കറ്റ്. അല്ല, അതിന് മുമ്പ് നമുക്ക് കയറിനെ കുറിച്ച് പറയാം. ടൈറ്റായി കെട്ടാൻ പറ്റും, നല്ല അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ നമ്മുടെ പോക്കറ്റ് 2 പോക്കറ്റൊന്നുമല്ല, 4 പോക്കറ്റ് ഉണ്ട്. അതും നമുക്കിങ്ങനെ മൂടിയൊക്കെ വെക്കാൻ പറ്റും. നമ്മുടെ ഫോണൊക്കെ വെച്ചെന്ന് വെച്ചാൽ സൂപ്പറായിരിക്കും. ഇങ്ങനെ നൈസായി നമുക്ക് നടന്നോ, കയ്യിലൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല, അടിപൊളിയായിരിക്കും. ലിപ്സ്റ്റിക്കൊക്കെ വേണമെങ്കിൽ വെക്കാം. അത് സീന്, ഇത് വെറൈറ്റി കളർ ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഒരു ബട്ടണേ ഉള്ളൂ കേട്ടോ. ഇതിൽ 1 2 3 4 പോക്കറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ബാഗൊക്കെ പോലെ, ബാഗല്ല എന്താ പറയുക, സ്കിൻ ഫിറ്റ് അല്ലാണ്ട് സാധാ ജീൻസ്. ഇത് നല്ല രസമുണ്ട്, പിന്നെ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതൊരു വെറൈറ്റി കളർ ആയതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടം കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ പോക്കറ്റിൽ നമുക്ക് പോക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇന്നൊരു പോക്കറ്റാണ്. ഒരു സംഭവം തന്നെയല്ലേ. എൻ്റെ അങ്ങനത്തെ ഡ്രസ്സൊന്നുമില്ല. പിന്നെ ഒരു ബാഗ് എടുത്തു, ഒരു ബ്ലാക്ക് കളർ ബാഗ്. അത് നല്ല രസമുണ്ട്, നല്ല ഹെവി ആയിട്ടുള്ള ജീൻസാണ്, നല്ല ക്ലോത്താണ്, ഒന്നും പറയാനില്ല. നല്ല ഹെവി ജീൻസാണ്. ഇതൊക്കെ ഉണ്ടാക്കുക കാലിൻ്റെ അടിയിലൊരു ഡിസൈൻ ഇങ്ങനെ 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 ഇട്ട് നിൽക്കണ പോലെ നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാനായിട്ട് പിന്നെ ഒരു ഇത് എനിക്ക് ഇപ്പോൾ എടുക്കാൻ വന്നിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി കളറായിരുന്നു. ഞാൻ വെച്ചൊക്കെ നോക്കി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എങ്ങനെ നൈസായിട്ട് ഇതെങ്ങനെയെങ്കിലും എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇതിൻ്റെ കൂടെ ഒരു അപ്പോൾ എടുത്ത ആ ടീഷർട്ട്, ആ ക്രോപ്പ് ടോപ്പ് ഞാൻ മാച്ചാക്കാൻ എഴുതി. എന്നിട്ട് മെല്ലെ വെച്ചൊക്കെ നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. ഇങ്ങനെ അവരെനിക്ക് പിടിച്ചൊക്കെ തന്നു കേട്ടോ. അപ്പോൾ ഞാൻ നൈസായിട്ട് അതിനൊക്കെ വെച്ചൊക്കെ നോക്കി. പിന്നെ അതെനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ മെല്ലെ ട്രയൽ റൂമിലൊക്കെ പോയി ചേഞ്ചാക്കാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ ചേഞ്ചാക്കിയപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. എനിക്കത് ഇഷ്ടപ്പെട്ടു, എനിക്ക് മാച്ചായി എന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കുറച്ച് നേരം കണ്ണാടിയിലൊക്കെ നോക്കി കുറച്ച് പട്ടിഷമൊക്കെ കാണിച്ചു, നല്ല രസമൊക്കെ തോന്നി. ഞാൻ പല്ലൊക്കെ കയറ്റി, ഇഷ്ടപ്പെട്ടു. ഞാൻ മുഖമൊക്കെ ഇങ്ങനെ തുടച്ചു, നല്ല രസമാണ്. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വേറെ ഒന്നും കൂടി ട്രൈ ചെയ്തു. ഈ ഞാൻ അപ്പോഴേ കാണിച്ചില്ല, ഫുൾ കൈൻ്റെ അതാണ് ആ ഷർട്ട്. പിന്നെ ഒരു ബ്ലാക്ക് കളർ ജീൻസ് സ്കിൻ ഫിറ്റ് എടുത്തു. എന്നിട്ട് അത് കൂടി ഇട്ട് നോക്കി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു ക്യാമറയിൽ നോക്കി എന്തൊക്കെയൊക്കെ കണ്ടിട്ട് കൊട്ടിട്ട് നിന്നു. ഇത് നമുക്കിങ്ങനെ മടക്കി വേണമെങ്കിൽ വയ്ക്കാം, ഫുൾ കൈ ആക്കി തന്നെ നിൽക്കണമെന്നൊന്നുമില്ല, മടക്കിയിട്ട് ബട്ടൺസ് ഇട്ട് വയ്ക്കാൻ പറ്റും. നല്ല രസമുണ്ട്. ചൂടൊക്കെ എടുക്കുന്നു വെച്ചാൽ തിരുമേലേക്ക് ആക്കിയിട്ട് ബട്ടൺസ് ഇട്ട് വെച്ചാൽ മതി. അതൊരു നല്ല പരിപാടിയാണ്. പിന്നെ കണ്ണാടിയിലൊക്കെ പോയി ഇങ്ങനെയൊക്കെ കാണിച്ചു, എനിക്ക് കഴിഞ്ഞു. പിന്നെ കടയ്ക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ട്, അതുപോയി നിങ്ങൾ ഫോളോ ഒക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല കളക്ഷൻസൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ശരി, ബൈ.